ഓടുന്നുണ്ടോ? അപ്പം ഇന്നത്തെ വീഡിയോ എന്താണ്? നിന്റെ കവളില്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്റർവ്യൂ ആണല്ലേ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാരും കൂടിയുള്ള വീഡിയോ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പം എല്ലാരും ഒന്ന് ക്ഷമിക്കുക, ഒച്ചയും ബഹളം ഒക്കെ ഉണ്ടാവും ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു മൈക്രോസ്കോപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇതില് നമ്മുടെ സ്കിന്നും മൊത്തത്തിലെല്ലാം വിൽക്കാനും എല്ലാം ഇതിലൂടെ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫണ്ണി ആയിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓളും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. അതൊക്കെ തട്ടിവിടുന്നു. അപ്പോൾ പുതിയതായിട്ട് കുറേ പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാം, നമ്മൾ ഈ ഒരു ചെറിയ ഒരു വലിയ ഫാമിലിയാണ്. പേര് ഓരോരുത്തരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാം പറഞ്ഞോടുക്ക് പറയും. പേര് പറയൂ, മൈക്കാണ് വിചാരിക്കും. ഓവർ സ്റ്റൈല് കാണിച്ചതാണേ. ആരും ഓവർ സ്റ്റൈലാണല്ലേ. പേര് പറയൂ. ഐറൻ എമി ഷെയ്സൻ. ഹയാന്റെ പേര് പറയും. ഹാദി ഹയാൻ. ഇത് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയാം. മുഹമ്മദ് ഹെയ്സൻ ഷീസ് എന്നാണ് ഇവന്റെ പേര്. ചുച്ചുവിനെ നമ്മൾ ചുച്ചു എന്നാണ് കേട്ടോ വിളിക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. പറഞ്ഞോളൂ. ഇനി കുറച്ചും കൂടെ നീട്ടും. അപ്പൊ എന്റെ പേര് സൽഹ എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് മൈക്രോസ്കോപ്പ് ആണ്. ഇത് നമുക്ക് നല്ലോണം സൂം ചെയ്ത് കാണാൻ പറ്റും. പിന്നെ എന്റെ ഫേസിൽ ഞാനിപ്പോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. കാരണം എങ്ങനെയുണ്ട് സ്കിൻ അതേപോലെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. കൺമഷി മാത്രം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആരോ ഇട്ട് തുടങ്ങാം. സ്വെറ്റ് ഗ്ലാൻസ് വിയർപ്പ് വരുന്നത്. കണ്ട വെള്ളാക്കിട്ട് അത് വേണ്ട. നമുക്ക് അടുത്തത് ഇക്കാന്റെ മൂക്ക് നോക്കാം. എന്തൊരു കഷ്ടാണ്. ഇത് നോക്ക്. ബ്ലാക്കോ വൈറ്റോ. മൂക്ക് നോക്കിയാൽ മതി. മൂക്കിലാണ് ഏറ്റവും വൃത്തികേടുണ്ടാവുക. ഇത് മൂക്കിന്റെ മേൽഭാഗമാണ്. ഇതൊക്കെ വയസ്സായിക്കാ. അതാ നോക്ക്. എന്താണിത്? ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കരുത്, നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ വരും. നമ്മുടെ സ്കിന്നൊക്കെ അപ്പഴിക്കാത്ത ദേഷ്യമാണ്. മൊത്തത്തിൽ പറഞ്ഞ കേട്ടോ, നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര എന്താ പറയുക, കാണാൻ ഭയങ്കര ഭംഗിയുണ്ടാവും. പക്ഷെ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കവിളിലൊക്കെ എത്രയോ ഈ ചെറിയ പുഴുക്കൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പുഴുക്കളൊന്നും നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും നമുക്കിനി അടുത്തത് താടി നോക്കാം. നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നവരിനെ ആദ്യം ചുച്ചു നിക്ക്. നോക്ക്, മുടി നോക്ക്. കൊച്ചു മുടികള്. സ്കിന്നൊക്കെ ഫുൾ ഡാമേജ്. അമ്മ ഇവിടെയാണ് എല്ലാം വൈറ്റ് കളറുണ്ടോ? വൈറ്റ് കളർ അയാൾ പറഞ്ഞ മനസ്സിലായി. വെള്ള മുടിയെന്ന്. അതൊക്കെ മുടിയാണ്. വെള്ള കളറല്ല, അത് മുടി. ഇക്ക താടിയിൽ എന്തൊക്കെ അതാണ് ക്യാമറ ഒക്കെ പോകും. ഇക്ക വെള്ളമുടി കറുപ്പിക്കാൻ എന്തോ ചെയ്യുന്നൊക്കെ പറയല്ലേ സത്യം പറഞ്ഞപ്പോ. ഇതൊക്കെ വെള്ളമുടി. ഇത് ജെല്ലാണ്. ഞാൻ അടുത്ത് ഇക്കാൻ്റെ ഒരു കാക്കപ്പുള്ളി നോക്കാം. ഇതെങ്ങോട്ട് പോയാലാണ് കാണാന്ന് അറിയില്ല.
ചുച്ചു നോക്ക. അയ്യേ നമ്മുടെ മറുകിന്റെ ഒക്കെ ഒരു അവസ്ഥ നോക്ക്. കാക്കപ്പള്ളിന്റെ ഇനി അടുത്ത് എന്ത് നോക്കാം. നന്നായിട്ട് ഇത് ജേംസിനെ കാണാനൊക്കെ അത്ര സൂം ഉണ്ടാ? ജേംസിനെ കാണാൻ നമുക്കിനി സ്കിന്ന് മുഖത്തിൽ ഇത് കണ്ട വേർപ്പ് വരുന്നുണ്ട. ചെറിയ ചെറിയ ഹോൾസ് നിന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വേർപ്പ് വന്നോണ്ടേയിരിക്കും. ഇതെന്താണ് എൻ്റെ കയ്യിൽ ഇഞ്ചക്ഷൻ നമ്മൾ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ മാത്രമായിട്ട് സ്കിന്ന് നോക്കാം കേട്ടോ. ക്ലിയർ ഉണ്ടോ? ഇച്ചിരി സൂമേ. അമ്മേന്റെ ഫുൾ ഓയിലാണ്. എൻ്റെ സ്കിന്നില്ലേ നല്ല ഡ്രൈ സ്കിൻ. നല്ല ഡ്രൈ എന്നല്ല, ഒരു മീഡിയം ലെവൽ. എന്റെ നോക്കി എങ്ങനെയായിരിക്കും? എന്റെ ഫുൾ ഓയിലി സ്കിന്നാണ്. നോക്ക്. അതോ എനിക്ക് വയസ്സായി. നമുക്ക് ഫേസിൽ അധികവും വെള്ളമുടിയാണ്. അവിടെ മാത്രമാണ് കറുപ്പ് മുടിയുള്ളത്. എനിക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചുച്ചുൻ്റെ ഏതോ ആമസോൺ കാർഡിനകത്തേക്ക് കയറിയ പോലെ. റെനന്റെ തല. അതിൻ്റെ തലയിൽ ഇപ്പൊ പേന് കിട്ടൂല. പേന് പിടിച്ചു വെക്കായിരുന്നു. പേന് നോക്കണം നമുക്ക്. നോക്ക് ഇടതൂർന്ന് നോക്ക്. മുട്ട പോലുണ്ട്. ശരിക്കും മുട്ട മുട്ടല്ലേ. നോക്ക് പേര് കാണിച്ചോ. അപ്പുറത്ത് ഇവിടെ എന്തോ വന്യജീവി പോലെ ഡൈനോസർ നമ്മൾ ഏതോ കാട്ടിനകത്തേക്ക് പോയ പോലെ ഉണ്ട്. ആ പേരിന്റെ ഉള്ളില് പേനിന്റെ വയറിന്റെ ഉള്ളില് പേര്. അതെങ്ങനെടാ നോക്കടാ. അതോ പേനിന്റെ വയറിന്റെ ഉള്ളിൽ വരെ കാണുന്നു. നോക്കുക നമ്മള് പേൻ മുട്ടണത് റെക്കോർഡ് ചെയ്തിട്ടപ്പോ അത് മുട്ട അതോ അല്ലടി രണ്ട്. അതിന്റെ അടിയിലൊരു പേനാണ്. അവർ രണ്ടുപേരും ഹഗ് ചെയ്തിട്ടിരിക്കണം. പാല് കൊടുക്കേ പേനോ? എനിക്കറിയാം. അപ്പൊ അതിന്റെ ഉള്ളില് ശരിക്കും എന്തോ ഉണ്ട്. അല്ല അതിന്റെ ഇൻഡസ്റ്റൈൻ ഒക്കെ കാണുന്നതാണ്. പേന് ഇൻഡസ്റ്റൈൻ ഉണ്ടാവോ? പിന്നെ പേന് ജീവിക്കാൻ. അപ്പൊ പേനിന്റെ അവസ്ഥ ഇതാണ്. ഞാൻ അടുത്തത് ഒക്കെ പിടിക്ക്. ഇവിടെ പേനെടുക്കുമ്പോഴേക്കും കുട്ടികൾ ഇതായിട്ട് നീ ഉറുമ്പിനെ സത്യം പറയാൻ എന്ത് ചെയ്തു? ഉപദ്രവിച്ചാ? നിനക്ക് വേണ്ടി ചത്താ. എന്തിനാണ് പറയുന്നത്? തലയൊക്കെ ചൊറിയണ. ഇത് ഉറുമ്പ്. ഇനി അടുത്ത് നമുക്ക് സ്കിന്നില് നമ്മുടെ ഇത് നോക്കാം. മറുക് നോക്കാം കേട്ടോ. കുറെ നേരെ മറുക് നോക്കാൻ വേണ്ടിട്ട്. എവിടെ നോക്കാം? എന്റെ റനാന്റെ മറുക് നോക്കാം. അതാണ് കുറച്ച് ബീറ്റിലിങ്ങനെ എന്തേ ബീറ്റില് അറിയില്ല. എത്ര വലുത് ഉണ്ട് റനോ. അതാണ് എനിക്ക് പിമ്പിൾ പോലെ ഉണ്ടാണ്ടിരിക്കേ. നോക്ക് ക്യാമറ
നിക്ക് നീ സംസാരിക്കുമ്പോഴാണ്. ഇതാണ് ബ്യൂട്ടി സ്പോട്ട്, കണ്ടാ മതി. ഈ റന സംസാരിച്ചിട്ട് അതിന്റെ ഫോക്കസ് അങ്ങനെ പോയി. നോക്ക് ഇത് എവിടെ അതാത്ര ബ്യൂട്ടി സ്പോട്ട്. അമ്മീന്റെ അത്ര ഇല്ലല്ലേ. എന്റെ സ്കിന്ന് ഒരു പെയിന്റ് അടിച്ച പോലെ. അത് മാത്രമായിട്ടുള്ളൂ. റനാന്റെ ഒരുമാതിരി ഇല്ലേ. എന്താ നോക്ക് മുഖത്തൊക്കെ എന്തോരം രോമവും എന്തോരം എണ്ണമയാണ്. അയാൻ കുളിച്ച സ്കിന്ന് നോക്കാം. കുളിച്ചത് കൊണ്ട് അധികം എന്നാലും ഉണ്ട് ഓയില്. അയാൾക്ക് വെള്ളം മുടി വന്നു. അയാൾക്ക് വയസ്സായിട്ടാ പാവം. അമ്മ എന്റെ ഫേസിലൂടെ വെച്ചോക്ക്. എന്റെ ഓയിൽ സ്കിന്നാണ്. അയാന്റെ മുടികൾ നോക്ക്. അയാൾക്കുണ്ട് ഈരി. അരിമ്പാറ എങ്ങനെയുണ്ട് നോക്കാം. അതാ വാങ്ങി ഇവനെടുത്ത്. ഇത് ചെറിയ അരിമ്പാറ. അത് ഫുള്ള് അഴുക്കണം. നോക്ക് പൊടി നോക്ക്. നമ്മള് വിചാരിക്കും നമ്മള് പൊടി പാമ്പല്ല പൊടി. ശരിക്കും കാണാൻ പാമ്പ് പോലെ ഇങ്ങനെ ഇക്ക ഇതില് എങ്ങനെ ഇതില് ഓപ്പോസിറ്റാ വരുന്നത്. അതാ ഇത് കുഞ്ഞു ബ്ലാക്ക് കളർ ബ്രെയിൻ പോലെ ഉണ്ട് അതിന്റെ റിങ്കിൾസ് കാണുമ്പോ. അതാണ് അവസ്ഥ. നമുക്ക് നിക്കാന്റെ താടികൾ നോക്കാം. അപ്പൊ അടുത്തത് കഴിഞ്ഞു. ഇപ്പൊ റനന്റെ കാലിയായിട്ട് ആ മുറിവ്, ഒരു ചെറിയൊരു മുറിവുണ്ട്. അത് കാണിച്ചാൽ കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. നമ്മള് ബ്ലഡ് വരുന്ന പോലെ വെറും അടയാളം ഉണ്ട്. അതാണ് അവൻ കാണിക്കുന്നത്. അടയാളത്തിനുള്ളിൽ എങ്ങനെയൊക്കെയാണ് നോക്കാം. ഇതൊക്കെ എന്താ അവസ്ഥ. ഇതിന്റെ ഇവിടെയൊക്കെ എന്താന്ന് അവൻ വെറുതെ എന്തെങ്കിലുമൊക്കെ കാണാനും വേണ്ടിട്ട്. ചുച്ചുന്റെ കാല് ചുച്ചുന്റെ സ്കിന്ന് നോക്കാം. ചെറിയ കുട്ടികളുടെ സ്കിൻ എന്താ അവസ്ഥ. ചുച്ചുന്റെ സ്കിൻ ഇതാണ് കേട്ടോ. ഒരൊറ്റൊരു വെള്ളം മുടിയില്ല. ഉണ്ടതാ കുഞ്ഞു കുഞ്ഞു വെള്ളം മുടി. ചുച്ചുക്ക് വയസ്സായി. ഹൈസു നിനക്കുണ്ടടാ. ചുച്ചുക്ക് മുഖത്ത് നിറച്ച് മുടിയാണല്ലോ. നോക്ക്. അതോ ഷേവ് ചെയ്ത് കൊടുക്കാം. ചുച്ചിന് മുഖത്ത് നിറച്ച് മുടി. എന്റെ കണ്ണടിച്ചു പോയി. കണ്ണിൽ നോക്ക്. ഇന്നലെ ഇട്ടതിന്റെ ബാക്കിയാണ് കേട്ടാ. നോക്കുന്നത് ഇവിടെ. അമ്മ എന്റെ കണ്ണിൽ സംഭവം പൊടി പൊടി പൊടി. ഐബ്രോ പെൻസിലിന്റെ ആണ്. ഇനി അടുത്തത് എന്റെ മൂക്കിൽ എത്ര ബ്ലാക്ക് വൈറ്റ്. നോക്ക് നോക്ക്. വേർപ്പല്ല, എണ്ണ ഒലിക്കണ് മൂക്കിൽ. ഹയ്യാന നീ മിണ്ടാണ്ടി കുറച്ച് നേരം. ഞാൻ നിർത്താം. ഞാൻ ഈ പരിപാടിക്കില്ല. അവനൊന്ന് മാറ്റില്ല. എന്റെ മൂക്കിലുള്ള ഓയിലാണ് ഇവിടുന്ന് കാണുമ്പോ തോന്നുന്നില്ല. പുറമേ ഭയങ്കര ക്ലീൻ ആൻഡ് ക്ലിയർ സ്കിൻ. ഇത് മൂക്കിന്റെ ഉള്ളല്ല കേട്ടോ, മൂക്കിന്റെ സൈഡാണ്. പക്ഷെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും അങ്ങനെ ഇല്ല. അമ്മ നമ്മള് മൈക്രോസോഫ്റ്റിൽ ആരിന്റെ മുടിയാണ് റനക്ക് പിമ്പിൾ ഉണ്ടോ ആരെങ്കിലും? 32 വയസ്സായ ഒരു സ്ത്രീന്റെ സ്കിൻ. വെള്ളോ ഇല്ലൊക്കെ എനിക്ക് 45 അതൊന്നും നിനക്ക് 15 കൂട്ടാം. ശരിയായില്ലേ? തൃപ്തിയായില്ലേ? നിങ്ങൾ സ്കിന്ന് കാണിച്ചാൽ ഇപ്പൊ ഞാൻ കാണിച്ചാൽ തല കഷണ്ടി തല കാണിച്ചേ.
കഷണ്ടി തല ഇതാണ് കേട്ടോ വൈറ്റ് ഹെഡ്സ്. അപ്പൊ നമ്മൾ അവനെ ഒന്ന് കണ്ടുപിടിച്ചു. എല്ലാരും ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പർ സൈഡ് കോമ്പാക്ട് അപ്പർ സൈഡ് ഫൗണ്ടേഷൻ ഡിഫറൻസ് ആണ്. മേക്കപ്പ് വീഡിയോയോ? നമ്മള് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എങ്ങനെയുണ്ടെന്ന് നോക്കാട്ടോ. ഇവിടെ കുറച്ച് മാത്രം തേച്ച് കൊടുക്കാം അല്ലേ. പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അമ്മ ഇത്ര മേക്കപ്പ് നമ്മൾ ഇടൂല, പക്ഷെ ഇതൊരു സൈഡ് മാത്രം ഫുള്ളാക്കിയിട്ട് ഇട്ടിട്ട് എന്താ അവസ്ഥ നോക്കാം. ഇതോ ഞാൻ വെളുത്ത് ഒരു സൈഡ്. നമുക്ക് ഞാൻ സെബം മറ്റേ സംഭവമൊക്കെ കാണുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്രയും തേച്ചത്. ഇത് ഒന്നും കാണില്ല. നോക്ക് എന്തോ ശരിക്കും പെയിന്റ് അടിക്കല് പുട്ടിയടിക്കല് പറയണത്. അപ്പൊ ഇത് തന്നെയാണ്. സ്കിന്നിന്റെ മേലെ ഒരു ചിലന്തി വല സ്കിന്നിന്റെ മേലെ ഇട്ടോലുണ്ട് കണ്ടാ. ഇതിപ്പോ എനിക്ക് കോമ്പാക്ട് പൗഡർ അപ്പുറത്തിടാൻ ഇനിയും കൂടുതൽ ഇൻട്രസ്റ്റ്. മേക്കപ്പ് ചെയ്താൽ ഇതാണ് അവസ്ഥ. ഇത് നമുക്ക് മറ്റേ ചാനലിടായിരുന്നു. ഇനി ഇപ്പുറത്ത് ഈ സാധനം ഇട്ടിട്ടാ മതി. എനിക്ക് പൗഡർ ചേരൂല. അപ്പൊ ഇനി അടുത്തത് പൗഡർ ഈ സൈഡ് മാത്രം ഇട്ടിട്ട്. ഇത് കണ്ടില്ലേ ഡസ്റ്റ് പോലെ മുടി ഒരു ഡസ്റ്റ്. അതെ, നമ്മുടെ ഈ മുടിന്റെ മേലൊക്കെ ഒരു ഡസ്റ്റ് പോലെ. അതേസമയം നമ്മുടെ ഒറിജിനൽ സ്കിൻ ഇതേ എവിടെ ക്ലിയർ ആവ്. എനിക്ക് തുമ്മൽ വരുന്നതാണ് പൗഡർ. അതിനെ കൂട്ടിയിട്ട് ഒരു കൂട്ടം പേൻ എടുത്തു തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം എന്താ അവസ്ഥ ഉള്ളത്. ഇതിൽ ഏത് ഭാഗത്താണെന്നുള്ളത് പേനുകളെ ഇത് എങ്ങനെ ഫോക്കസ് ചെയ്യണമെന്നുള്ളത് അറിയില്ല. എനിക്ക് അങ്ങനെ പൊക്കി പിടിക്കാൻ പറ്റില്ല. നിങ്ങള് വെറുതെ ആവശ്യത്തിന് എവിടെ കിട്ടുന്നില്ല. വെള്ളം അതിൻ്റെ ഈ രണ്ട് പെൻ്റെ അതിന് ഓടാൻ കഴിയില്ല. നോക്ക് കാട്ടി കൊടുത്ത് നോക്ക. ഇതൊന്ന് സ്പൈഡർമാൻ. നോക്ക് സ്പൈഡറിന്റെ വെബ് പോലെ എന്തോ വരുന്നത്. അതാ കുട്ടിയുടെ കയ്യിലെന്താ നോക്ക്. ഉറുമ്പിൽ പിടിച്ചിരിക്കുന്നു. നോക്ക് ഛർദിക്കാൻ വരുക്കാ. നോക്ക് ഇതുപോലെ പേൻ എടുത്തിട്ടായിരിക്കും ജുറാസിക് പാർക്ക് സിനിമയൊക്കെ ഇടുന്നത്. പുതിയ ജീവി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും, ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് തോന്നിയത് അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. ആരൊക്കെ ഛർദിച്ചു പേൻ പെറുക്കിയിട്ട് തരുന്നു. ആരൊക്കെ ഛർദിച്ചു